കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ ഓരോരുത്തരും വീടിൻ്റെ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വീടുകൾ പ്ലാൻ ചെയ്യുകയും അതനുസരിച്ച് വീടുകൾ വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന സയൻസ് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വെച്ച സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ വീട് വാസ്തു നോക്കാതെ വെക്കുകയോ ചെയ്ത് അല്ലെങ്കിൽ വെക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന ചെറിയ ചെറിയ കണക്കിൻ്റെ പിഴവുകൾ, അപ്പോൾ അതുമൂലം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരുമ്പോൾ പിന്നെ നമ്മൾ അത് മറ്റൊരു വാസ്തുവിനെ വിളിച്ച് കാണിക്കുമ്പോഴാണ് ഇന്ന പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായി, അല്ലെങ്കിൽ നമ്മൾ ആദ്യം വാസ്തു നോക്കാതെയാണ് വീട് വെച്ചത്, ഇപ്പോൾ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ നമ്മളത് വാസ്തുവിനെ നോക്കിച്ചപ്പോൾ ഇന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ വരുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഒരു റൂം തന്നെ പൊളിച്ചു മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ ഉണ്ടെങ്കിൽ ആ റൂം നമുക്ക് പൊളിച്ചു മാറ്റി അതിൻ്റെ ആ വാസ്തു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഒരുപക്ഷെ പല ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ സാമ്പത്തികം നമ്മൾ ഒരുപക്ഷെ അതിനെ അനുവദിച്ചില്ലെന്നിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ഭംഗിയായിട്ട് ചെയ്ത വീടാണ്. അപ്പോൾ ആ ഒരു റൂം പൊളിച്ച് വേറെ റൂം വെക്കുക അല്ലെങ്കിൽ അത് മാറ്റി പണിയുകയോ ചെയ്യുമ്പോൾ ആ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഭംഗി ആ വീടിന് നഷ്ടപ്പെട്ടു പോകുക. അങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിച്ചു മാറ്റലുകളൊന്നും കൂടാതെ തന്നെ ചില രൂപങ്ങളും ചില ചിത്രങ്ങളും ചില എലമെൻസുകളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പ്രശ്നത്തെയാണോ അഭിമുഖീകരിക്കുന്നത് ഈ പ്രശ്നത്തെ ലഘൂകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പം നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാറേ എനിക്ക് ഭയങ്കര കടമാണ്, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് കടം എന്ന് പറയുമ്പോൾ ഈ കടം നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ വന്നു, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നമാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നം വരാൻ എന്താണ് കാരണം? നമ്മൾ കിടക്കുന്ന റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാന വാതിലിലോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള നക്ഷത്രങ്ങളോ അതോ മറ്റേതെങ്കിലും വീട്ടിൽ നിന്നുള്ള നമ്മുടെ അയൽവക്കത്തുള്ള ഏതെങ്കിലും വീട്ടിൽ നിന്നുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികൾ അതിൻ്റെ കോടി കുത്തുക, അല്ലെങ്കിൽ അതിൻ്റെ ആ മൂല വന്ന് നമ്മുടെ വീട്ടിലേക്ക് ഹിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടീ റോഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു വലിയൊരു മുള്ളുമരം അതിൽ നിന്നുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികൾ നമ്മുടെ വീട്ടിലേക്ക് വരിക, അങ്ങനെയുള്ള അല്ലെങ്കിൽ അപ്പുറത്തുള്ളൊരു ആയില്യ ദോഷം അങ്ങനെ നമ്മളെ ബാധിക്കും. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള രീതിയിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായിട്ടുള്ള അതിൻ്റെ റെമഡി, അതിൻ്റെ പരിഹാരം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊളിച്ചു മാറ്റലില്ല. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പൊളിച്ചു മാറ്റലുകൾ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ അതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു സാമ്പത്തിക പ്രശ്നം, ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്നിട്ട് പറയുന്നത് നമുക്ക് ഭയങ്കര സാമ്പത്തിക പ്രശ്നമാണ്, സമ്പത്ത് നമ്മളിലേക്ക് വരുന്നില്ല. അപ്പോൾ ആ സാമ്പത്തിക പ്രശ്നം നമുക്ക് എങ്ങനെ മറികടക്കാം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു റെമഡി എന്ന് പറയുന്നത് ഡബിൾ 8 ആണ്. 8 എന്ന് പറയുമ്പോഴത്തേക്ക് വെൽത്തിൻ്റെ നമ്പറായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഡബിൾ 8 എന്ന് പറയുമ്പോഴത്തേക്ക് നിലയ്ക്കാത്ത സൗഭാഗ്യം, സമ്പത്തിനെയാണ് ഡബിൾ 8 സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മുറിയുടെ സൗത്ത് ഈസ്റ്റ്, അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നികോണം എന്ന് പറയും, സ്വീകരണ മുറിയാണ്. ഇപ്പോൾ ഇത് കാണുന്നവർ പലരും ആ മൊത്തം വീടിനേക്ക് എടുത്തിട്ട്, അപ്പോൾ സാറേ അത് നമുക്ക് അവിടെ അടുക്കളയാണ് അല്ലെങ്കിൽ ബെഡ്റൂം ആണെന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ 8 ദിക്കുകളുടെ പരിഹാരങ്ങൾ സ്വീകരണ മുറിക്കകത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്വീകരണ മുറിയിൽ നമുക്കിത് വെക്കുമ്പോൾ 8 ദിക്കിൻ്റെ പരിഹാരം സ്വീകരണ മുറിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. സ്വീകരണ മുറി എടുക്കുക, അവിടെ സ്വീകരണ മുറിയുടെ മധ്യഭാഗത്തായിട്ട് നമ്മളൊരു കോമ്പസ് ഘടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ സൗത്ത് ഈസ്റ്റ് എവിടെയാണെന്ന് കറക്റ്റ് ആ ഭാഗത്ത് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് അവിടെ ഇത്തരത്തിലുള്ള ഒരു ഡബിൾ 8, ഈ ഡബിൾ 8 എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ എനർജൈസ് ചെയ്ത് ആ ഭാഗത്ത് നമ്മൾ സ്റ്റിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനാവും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ സാമ്പത്തികം പതിയെ മെച്ചപ്പെട്ട് വരുന്നതായിട്ട്, അല്ലെങ്കിൽ നമ്മളിലേക്ക് പൈസ വരാനായിട്ട് സോഴ്സുകൾ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരുപറ്റം അധ്യാപകരും മനഃശാസ്ത്രജ്ഞരും വിവിധ വിഷയങ്ങളിലെ വിദഗ്ധരും ചേർന്ന് തയ്യാറാക്കി വിദ്യാഭ്യാസ സംബന്ധമായ സകല വാർത്തകൾക്കുമായി വിദ്യാർത്ഥികളുടെ വഴികാട്ടി വിദ്യാവാർത്ത.